ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു സൺസ്ക്രീനിന്റെ റിവ്യൂ പറയാച്ചിട്ടാ വന്നത്. കാരണം കാര്യമായിട്ട് പറയാനൊന്നും അറിയില്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അടിപൊളിയാ തോന്നിയ ഒരു സൺസ്ക്രീനെ കുറിച്ച് പറയാച്ചിട്ടാ വന്നത്. ഇത് എന്റെ മൂന്നാമത്തെ ബോട്ടിലാട്ടോ. ഒരു ബോട്ടിൽ ഞാൻ കളഞ്ഞു, ഞാൻ കീറി യൂസ് ചെയ്തു, അതുകൊണ്ട് ഞാൻ കളഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കോൺഷ്യസ് കെമിസ്റ്റിന്റെ ഒരു സൺസ്ക്രീനിനെ കുറിച്ചാട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ, ആദ്യം തന്നെ അതാ പറയാനുള്ളത്. ഞാനൊക്കെ പണ്ട് സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ തന്നെ നല്ല റേറ്റ് ആയതുകൊണ്ട് ഞാൻ വാങ്ങി യൂസ് ചെയ്യല്ലായിരുന്നു, സത്യസന്ധമായി പറഞ്ഞാല്. അത് സാധാരണക്കാരന് പറ്റിയൊരു സൺസ്ക്രീൻ ആട്ടോ. ഇവരിതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാല് വാട്ടർ റെസിസ്റ്റന്റ്, സ്മൂത്തനിങ്, കാമിങ്, നോൺ നോൺ ഗ്രേസി സൺസ്ക്രീൻ എന്നൊക്കെയാണ്. പിന്നെ SPF 15 ഉണ്ട്, PA+++ ഉണ്ട്, എന്താ ബോർഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ UVA, UVB അതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാല് നിയാസിനമൈഡും ബ്ലാക്ക്ബെറി എക്സ്ട്രാക്ട് ഒക്കെ കേട്ടോ. ഇതിന്റെ കളർ വരുന്നത് ഈ ട്യൂബ് കാണുന്ന അതേ കളർ തന്നെ. ഐ മീൻ ഇതിനേക്കാളും കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡ്. ഇനി ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എന്റെ ഹോണസ്റ്റ് റിവ്യൂ അറിയാം കേട്ടോ. അടിപൊളിയാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. ഇത് നമ്മള് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞങ്ങൾക്കൊന്ന് ഫേസിൽ ഇട്ട് കാണിച്ചു കേട്ടോ. ഒരു സൈഡ് മാത്രമേ ഇടുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ചേ എടുക്കുന്നുള്ളൂ. കണ്ടോ, ഇത് ഈസി ആയിട്ട് ബ്ലെൻഡ് ആവും. അതെനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമായ കാര്യം കേട്ടോ. ഐ മീൻ ചില സൺസ്ക്രീൻ ഒക്കെ ഇട്ട് ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് ആയിട്ട് ഇരിക്കുന്നേ കാണാം, പക്ഷെ ഇത് ഒന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അബ്സോർബ് ആവും ഫേസിൽ നല്ല രീതിക്ക്. കണ്ടോ, നമുക്ക് ഫേസിൽ ഒരു സാധനം ഇട്ടിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരില്ല. ഇതുകൊണ്ട് ഒരു നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മള് സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്തു എന്ന് തന്നെ തോന്നില്ല. ചിലതിന് നല്ലൊരു സ്മെല്ലാട്ടോ, ഇതിന് നല്ല അടിപൊളി സ്മെല്ലാ, നല്ല മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാ. ചില സൺസ്ക്രീൻ കണ്ടിട്ടില്ലേ, ഒരു മറ്റേ ഈ മരുന്നിന്റെ ഒക്കെ ഒരു സ്മെല്ലായിരിക്കും, പക്ഷെ ഇതാ അങ്ങനെയൊന്നുമല്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഇത് ശരിക്കും നമുക്ക് ഇട്ട പാടൊരു ഇങ്ങനെ ഒരു ഓയിലി ഫീല് തോന്നും കേട്ടോ, ഒരു മോയ്സ്ചറൈസർ ഒക്കെ പോലെ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റ് ഫിനിഷിലേക്ക് പോകും. ഒട്ടും ഹെവി അല്ല, നമ്മൾ മുഖത്ത് ഒരു സാധനം ഇട്ടു എന്നുള്ള ഒരു ഫീല് വരുന്നില്ല. അത് ഏറ്റവും വലിയ കാര്യം. ചില സൺസ്ക്രീൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ മുഖത്ത് ഇങ്ങനെ ഒരു വൈറ്റ് കാസ്റ്റ് വരില്ലേ, ആ സംഭവം ഇനിയില്ല കേട്ടോ. ഫേസിൽ ഒരു സാധനം ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്തപ്പോ എനിക്ക് ഉണ്ടല്ലോ, ഒരു ഈ നമ്മളെ സെൻസിറ്റീവ് ഏരിയാസിൽ ഈ മൂക്കിന്റെ സൈഡൊക്കെ ആയിട്ട് ചെറിയൊരു പുകച്ചില് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഒരു 5-6 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ അത് മാറും ചെയ്തു. പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അതൊന്ന് റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് അതേപോലെ തന്നെ ചെയ്താൽ നല്ല പ്രൊട്ടക്ഷൻ കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര പ്രൊട്ടക്ഷൻ ഒന്നും ഉണ്ടാവില്ല. എല്ലാ സൺസ്ക്രീനും ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ തന്നെ അല്ലേ. ഇപ്പൊ പിന്നെ കുറെ സൺസ്ക്രീൻസ് ഒരു 8 മണിക്കൂറൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന സൺസ്ക്രീൻസ് ഉണ്ട് തോന്നുന്നുണ്ട് അല്ലെ. ഹൈബ്രിഡ് സൺസ്ക്രീനാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇത് പ്രഗ്നന്റ് ലേഡീസിനും കുട്ടികൾക്കും അത്ര സ്യൂട്ട് അല്ല കേട്ടോ. അതുകൊണ്ട് അവരത് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുന്നു. ഏത് പ്രൊഡക്റ്റും യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കിയിട്ട് മുഖത്ത് യൂസ് ചെയ്യാം കേട്ടോ. ഡെയിലി യൂസിനൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ട് സൺസ്ക്രീൻ ഒക്കെ നോക്കുന്നവർക്ക് ഇത് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം ഒരു ബിലോ 300 260 ആ റേഞ്ചിലൊക്കെ കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റിയ സൺസ്ക്രീനാ. അങ്ങനെ നോക്കുന്നവർ ഇത് വാങ്ങിക്കോട്ടോ. പിന്നെ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാല് നോർമൽ ടു ഓയിലി കോമ്പിനേഷൻ സ്കിന്ന്, ഡ്രൈ സ്കിന്ന് വരെ യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.